5 മുതൽ 7 വരെ സീറ്റ് നേടിയേക്കാമെന്ന് BJP. 4 മന്ത്രിമാർ പരാജയപ്പെടുമെന്ന് UDF. തുടർഭരണം ഉറപ്പെന്ന് CPM. 80ലേറെ സീറ്റുകളിൽ ജയിച്ച് ഭരണം തിരിച്ചുപിടിക്കുമെന്ന് കോൺഗ്രസ്. കണക്കുകൾ കൂട്ടിയും കിഴിച്ചും മുന്നണികളും പാർട്ടികളും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 മുതൽ 7 സീറ്റുകൾ വരെ ലഭിക്കുമെന്ന് BJP വിലയിരുത്തൽ. നേമം, കഴക്കൂട്ടം, മഞ്ചേശ്വരം, പാലക്കാട്, കാട്ടാക്കട എന്നീ മണ്ഡലങ്ങളിൽ വിജയിക്കുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ. കൂടാതെ തൃശൂർ, തിരുവല്ല, തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ അട്ടിമറി വിജയത്തിനുള്ള സാധ്യതയുണ്ടെന്നും പാർട്ടി കണക്കുകൂട്ടുന്നു. ബൂത്ത് തല കണക്കുകൾ നേരിട്ട് വിലയിരുത്താനും കോർ കമ്മിറ്റി യോഗം തീരുമാനിച്ചു. സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെട്ട സമിതി ജില്ലകളിലെത്തി കണക്കുകൾ ശേഖരിക്കാനാണ് തീരുമാനം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പാണെന്ന വിലയിരുത്തലാണ് CPMനുള്ളത്. അതേസമയം 80ലേറെ സീറ്റുകൾ നേടി UDF അധികാരം പിടിച്ചെടുക്കുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. മന്ത്രിമാരായ MB രാജേഷ്, വീണ ജോർജ്, OR കേളു, റോഷി അഗസ്റ്റിൻ എന്നിവർ പരാജയപ്പെടുമെന്നുമാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. ജില്ലാ ഘടകങ്ങളുടെ പ്രാഥമിക വിലയിരുത്തലിൽ LDFനൊപ്പം നിൽക്കുമെന്ന് കണക്കുകൂട്ടിയ പല മണ്ഡലങ്ങളിലും UDF ജയിച്ചു കയറും. ആശങ്കയുള്ള ആലപ്പുഴയിലും തൃശൂരും പാലക്കാട്ടും UDF അനുകൂല തരംഗമുണ്ടായാൽ സീറ്റുകളുടെ എണ്ണത്തിൽ കുതിപ്പുണ്ടാകുമെന്നും കോൺഗ്രസ് വിലയിരുത്തുന്നു. തിരുവനന്തപുരം ജില്ലയിലെ സിറ്റിംഗ് സീറ്റായ കോവളം നിലനിർത്തും. വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നെയ്യാറ്റിൻകര, അരുവിക്കര എന്നിവിടങ്ങളിലെ ഇഞ്ചോടിഞ്ച് മത്സരത്തിൽ വിജയം UDFനൊപ്പമാകുമെന്നാണ് വിലയിരുത്തൽ. കാട്ടാക്കടയിൽ ശക്തമായ ത്രികോണ മത്സരം ഗുണം ചെയ്യും. നേമത്തും കഴക്കൂട്ടത്തും BJPയേക്കാൾ വോട്ട് നേടാനാകുമെന്നും കോൺഗ്രസ് കരുതുന്നു. കൊല്ലം ജില്ലയിൽ കുണ്ടറ, കരുനാഗപ്പള്ളി നിലനിർത്തുന്നതോടൊപ്പം കൊല്ലം മണ്ഡലം പിടിച്ചെടുക്കും. ചവറയിലും കുന്നത്തൂരിലും RSP ജയിക്കും. അമ്പലപ്പുഴയിൽ ഇടതുവിമതനായ G സുധാകരൻ അട്ടിമറി ജയം നേടും. ഹരിപ്പാട് നിലനിർത്തും. അരൂരിലും കുട്ടനാട്ടിലും ഉറച്ച പ്രതീക്ഷ. കായംകുളത്ത് ശക്തമായ മത്സരം. പുതുപ്പള്ളി, കോട്ടയം, കടുത്തുരുത്തി, പൂഞ്ഞാർ, ചങ്ങനാശ്ശേരി എന്നിവ മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കും. പാലായിൽ മാണി C കാപ്പനാണ് മുൻതൂക്കം. ഏറ്റുമാനൂരിൽ നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും വിജയിക്കും. ഇടുക്കി മണ്ഡലത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ പരാജയപ്പെടും. മികച്ച ഭൂരിപക്ഷത്തോടെ തൊടുപുഴ നിലനിർത്തും. പീരുമേടും വിജയമുറപ്പ്. പത്തനംതിട്ട ജില്ലയിൽ കോന്നിയൊഴികെ എല്ലാ സീറ്റിലും വിജയം നേടുമെന്നാണ് വിലയിരുത്തൽ. മന്ത്രി P രാജീവ് മത്സരിച്ച കളമശ്ശേരി ഒഴികെ എറണാകുളം ജില്ലയിലെ 13 സീറ്റിലും ഉറച്ച പ്രതീക്ഷ. വൈപ്പിനിലും കൊച്ചിയിലും തൃപ്പുണിത്തുറയിലും കോതമംഗലത്തും നടന്നത് വാശിയേറിയ മത്സരം. 4ഇടത്തും ജയിച്ചു കയറും. ചാലക്കുടി, തൃശൂർ, മണലൂർ സീറ്റുകളിൽ വിജയമുറപ്പ്. UDF അനുകൂല തരംഗമുണ്ടായാൽ വടക്കാഞ്ചേരി, കൊടുങ്ങല്ലൂർ, ഗുരുവായൂർ, ഇരിങ്ങാലക്കുട, ഒല്ലൂർ സീറ്റുകളും പിടിക്കാമെന്ന് വിലയിരുത്തൽ. മണ്ണാർക്കാടും പാലക്കാടും ഉറപ്പായും നിലനിർത്തും. പാലക്കാട് ഭൂരിപക്ഷം 10,000-ന് മേൽ ഉയരാം. തൃത്താലയിൽ മന്ത്രി MB രാജേഷ് തോൽക്കും. ചിറ്റൂരിൽ ഉറച്ച പ്രതീക്ഷ. കോങ്ങാട്, പട്ടാമ്പി, നെന്മാറ, ഒറ്റപ്പാലം എന്നിവിടങ്ങളിൽ ശക്തമായ മത്സരം. മലപ്പുറത്ത് LDF 2 സീറ്റുകളിൽ ഒതുങ്ങും. കോഴിക്കോട് സൗത്ത്, കുറ്റ്യാടി, കൊയിലാണ്ടി, നാദാപുരം, കൊടുവള്ളി എന്നിവിടങ്ങളിൽ വിജയമുറപ്പ്. ശക്തമായ മത്സരം നടന്ന തിരുവമ്പാടിയിൽ സീറ്റ് പിടിച്ചെടുക്കാനാകുമെന്നും വിലയിരുത്തുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് സമാനമായ UDF തരംഗമുണ്ടായാൽ കോഴിക്കോട് നോർത്ത്, പേരാമ്പ്ര, ബേപ്പൂർ, കുന്നമംഗലം എന്നിവ പിടിക്കും. വയനാട് ജില്ലയിൽ 3 സീറ്റും UDF നേടും. കണ്ണൂർ മണ്ഡലം പിടിച്ചെടുക്കാനാകുമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. പേരാവൂരും ഇരിക്കൂറും നിലനിർത്തും. തളിപ്പറമ്പിലും പയ്യന്നൂരിലും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കും. കാസർകോട്, മഞ്ചേശ്വരം നിലനിർത്തും. കാസർകോടും തൃക്കരിപ്പൂരിലും ഉറച്ച വിജയപ്രതീക്ഷയും UDF വെച്ചു പുലർത്തുന്നുണ്ട്. ഏതാനും സിറ്റിംഗ് സീറ്റുകൾ നഷ്ടമായേക്കാമെങ്കിലും ഭരണം നഷ്ടമാകില്ലെന്ന പ്രതീക്ഷയിലാണ് CPM. അതേസമയം ഓരോ ദിവസം കഴിയുന്തോറും പ്രാദേശികമായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം LDF ക്യാമ്പിൽ ആശങ്ക നിറയുകയാണ്.